വൈശമ്പായനൻ തുടർന്ന് പറയുകയാണ്. വൈശമ്പായനൻ പറഞ്ഞു, ശൗനകൻ പറഞ്ഞത് കേട്ട് യുധിഷ്ഠിരൻ പുരോഹിതൻ്റെ സമീപത്ത് ചെന്ന് ഭ്രാതൃമധ്യത്തിൽ വെച്ച് പറഞ്ഞു. ഭഗവാനെ, അനിയന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ശൗനകൻ പറഞ്ഞത് കേട്ടിട്ട് യുധിഷ്ഠിരൻ സഹോദരന്മാരോട് കൂടെ നിന്ന് പറഞ്ഞു, ഭഗവാനെ, എൻ്റെ കൂടെ വേദവേദികളായ ദ്വിജന്മാർ പോരുന്നു. അവരെ പോറ്റുവാൻ എനിക്ക് കഴിവില്ല. ഞാൻ എവിടെ പോയാലും ഇവരെന്നോടൊപ്പം വരും. പക്ഷെ അവർക്ക് വേണ്ടത് വേണ്ട സമയത്ത് കൊടുക്കാൻ എനിക്ക് കഴിവില്ല. ഒരു കാലത്ത് എനിക്ക് കഴിഞ്ഞിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് അതിനുള്ള കഴിവില്ല. ഞാൻ അത്യധികം സങ്കടപ്പെടുന്നു. ചൂതുകളിയിൽ തോറ്റ് കാട്ടിൽ ജീവിക്കേണ്ടി വന്നതിലല്ല ധർമ്മപുത്രരുടെ സങ്കടം. ഞങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് ആലോചിച്ചും അല്ല അദ്ദേഹത്തിന് സങ്കടം. തൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നവരെ വേണ്ടതുപോലെ തനിക്ക് പണ്ടു നോക്കിയതുപോലെ നോക്കാൻ സാധിക്കുകയില്ലല്ലോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സങ്കടം. അവരെ എനിക്ക് കൈവിടുവാൻ വയ്യ. അവർക്ക് ഒന്നും നൽകുവാനുള്ള ശക്തിയും എനിക്കില്ല. അവരെ കൈവിടാൻ എനിക്ക് സാധ്യമല്ല. തന്നെ അനുഗമിക്കുന്നവരെ കൈവിട്ട ഒരു ചരിത്രം യുധിഷ്ഠിരനില്ല. നമുക്കറിയാം, മഹാപ്രസ്ഥാനത്തിൽ യുധിഷ്ഠിരൻ്റെ കൂടെ ഒരു പട്ടിയും ഉണ്ടായിരുന്നു. അവസാനം ആ പട്ടിക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത പ്രവർത്തികളെല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പം യുധിഷ്ഠിരന് തൻ്റെ കൂടെ വരുന്നവരെ കൈവിടുന്ന ഒരു സ്വഭാവമില്ല. അതിന് അദ്ദേഹത്തിന് കഴിയുകയുമില്ല. പക്ഷെ ഇവിടെ വല്ലാത്തൊരു പ്രശ്നമാണ്. അവർക്ക് ഒന്നും നൽകുവാനുള്ള ശക്തിയും എനിക്കില്ല. പണ്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല. ഞാൻ എന്ത് ചെയ്യണം ഭഗവാനെ, അരുൾ ചെയ്താലും. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർക്കും പത്നിക്കും വേണ്ടത് സ്വരൂപിക്കുവാൻ കഴിയാത്തത് കൊണ്ടല്ല അദ്ദേഹം ദുഃഖിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ദുഃഖം ബാക്കിയുള്ളവരെ വേണ്ടതുപോലെ നോക്കുവാൻ സാധിക്കുന്നില്ലല്ലോ തനിക്ക് പണ്ടേ പോലെ എന്നുള്ളതാണ് ദുഃഖം. വൈശമ്പായനൻ പറഞ്ഞു, മുഹൂർത്ത സമയം ചിന്തിച്ച് ധർമ്മത്തിൻ്റെ ഗതി കണ്ട് ആ ധർമ്മജ്ഞ സത്തമനായ ധൗമ്യൻ യുധിഷ്ഠിരനോട് പറഞ്ഞു. ധൗമ്യൻ ഈ യുധിഷ്ഠിരൻ്റെ പുരോഹിതനാണ്. അപ്പം ധൗമ്യൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, അതിനൊരു സൊല്യൂഷൻ പറയുകയാണ്. ഇദ്ദേഹം ഇപ്പം ഒരു ഡയലമയിലാണ്. എന്താ ചെയ്യേണ്ടത് എന്ന് നിശ്ചയമില്ലാതെ നിൽക്കുകയാണ്. ഒന്നും ചെയ്യുവാൻ ത്രാണിയില്ലാതെ എന്താ ഇനി ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാനാവാതെ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ്. നമ്മളുമൊക്കെ ജീവിതത്തിൽ ഇതേപോലെ പലപ്പോഴും പകച്ച് നിന്നു പോകാറുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് നല്ല ബുദ്ധിയുള്ള പ്രചോദിതമായ ബുദ്ധിയോട് കൂടിയ ഒരാളുടെ ഉപദേശമാണ്. ഇവിടെ ധൗമ്യൻ അത് നിർവഹിക്കുകയാണ്. അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് നമുക്ക് കേൾക്കാം. പണ്ട് സൃഷ്ടിക്കപ്പെട്ട ഭൂതങ്ങൾ വിശപ്പ് കൊണ്ട് വലഞ്ഞപ്പോൾ ആദിത്യ ഭഗവാൻ അച്ഛനെ പോലെ കനിവോടെ ഉത്തരായണത്തിൽ പ്രവേശിച്ച് രശ്മിയാൽ രസം എടുത്തതിന് ശേഷം ദക്ഷിണായനം പ്രാപിച്ച് ഭൂമിക്ക് മുകളിൽ നിന്നു. സൂര്യൻ പണ്ട് രക്ഷിച്ച കഥ പറയുകയാണ്. അപ്പോൾ ഔഷധീശൻ ചന്ദ്രൻ സൂര്യ തേജസ് വാനിൽ നിന്ന് സ്വീകരിച്ച് മേഘങ്ങളെ സൃഷ്ടിച്ചു, മഴ പെയ്യിച്ചു. അങ്ങനെ ചെടികളെ മുളപ്പിച്ചു. അതുകൊണ്ട് സൂര്യൻ തന്നെയാണ് 6 രസങ്ങളോട് കൂടിയ ചെടികളായി, അന്നമായി ചന്ദ്രൻ്റെ സഹായത്തോടെ ജീവികൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത്. സൂര്യനാണ് ഈ കാണുന്ന പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്. സയൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് എത്രയോ കാലം മുമ്പാണ് ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായിരുന്നത് എന്നത് ആലോചിക്കേണ്ടതാണ്. ഇന്ന് നമുക്കറിയാം, സൂര്യനില്ല എന്നുണ്ടെങ്കിൽ ജീവൻ്റെ നിലനിൽപ്പ് അവതാളത്തിലാകും. അപ്പോൾ ഈ കാര്യം വേറൊരു രീതിയിൽ, ഇന്നത്തെ മോഡേൺ സയൻസ് പറയുന്ന രീതിയിലല്ല, മറ്റൊരു രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ് മഹർഷീശ്വരൻ. അതുകൊണ്ട് സൂര്യൻ തന്നെയാണ് ഈ ലോകത്തെ നിലനിർത്തുന്നത്. ഇപ്രകാരം അന്നം
ഭാനുമയമാണ്. ഭാനുമയം സൂര്യമയം. ഭൂതജാലങ്ങൾക്ക് പ്രാണധാരണമാണ് അന്നം. ഭൂതജാലങ്ങൾക്ക്, ജീവജാലങ്ങൾക്ക് പ്രാണൻ നിലനിർത്തുന്നതിന് അനിവാര്യമാണ് അന്നം, ആഹാരം. സൂര്യൻ ഇപ്രകാരം എല്ലാവർക്കും പിതാവാണ്. അപ്പോൾ സൂര്യനാണ് വാസ്തവത്തിൽ എല്ലാവരുടെയും പിതാവ്. കാരണം പ്രാണനെ നിലനിർത്തുവാൻ ആവശ്യമായത് തരുന്നത് സൂര്യഭഗവാനാണ്. അവനെ നീ ആശ്രയിക്കുക. പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന യുധിഷ്ഠിരനോട് പറയുകയാണ് സൂര്യഭഗവാനെ ആശ്രയിക്കാൻ. മഹാന്മാരായ രാജാക്കന്മാർ ജാതികർമ്മങ്ങളാൽ വിശുദ്ധരായി പ്രജകളെ മഹത്തായ തപസ്സുകൊണ്ട് ഭരിക്കുന്നു. ഭീമൻ, കാർത്തവീര്യൻ, വൈന്യൻ, നഹുഷൻ എന്നിവരെല്ലാം പ്രജകളെ ക്ലേശം കൂടാതെ തപോയോഗ സമാധികൾ കൊണ്ട് പരിപാലിച്ചു. അപ്രകാരം ധർമാത്മാവായ ഭവാനും ശുദ്ധിയോടുകൂടി തപസ് ചെയ്ത് ധർമ്മത്താൽ വിപ്രരെ സംരക്ഷിക്കുക. യുധിഷ്ഠിരൻ്റെ മുമ്പേ പോയ പല മഹാരാജാക്കന്മാരുടെയും കഥ പറയുകയാണ്. അവർ തപസ്സുകൊണ്ടാണ് പ്രജകളെ പരിപാലിച്ചത്. അതുപോലെ ഇപ്പം അങ്ങും ശ്രദ്ധയോടുകൂടി തപസ് ചെയ്ത് ധർമ്മത്താൽ വിപ്രരെ സംരക്ഷിക്കുക. ജനമേജയൻ പറഞ്ഞു, കുരുപുങ്കവനായ ധർമ്മപുത്ര രാജാവ് എങ്ങനെ വിപ്രന്മാരെ പോറ്റുവാൻ വേണ്ടി ദിവ്യദർശനനായ സൂര്യനെ പൂജിച്ചു? എങ്ങനെയാണ് അദ്ദേഹം സൂര്യനെ പൂജിച്ചത്? ഇതറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാകും. എങ്ങനെയാണ് ആ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യുവാൻ യുധിഷ്ഠിര മഹാരാജാവ് സൂര്യനെ പൂജിച്ചത്? അതാണ് ഇനി പറയാൻ പോകുന്നത്. വൈശമ്പായനൻ പറഞ്ഞു, രാജാവേ, ഭവാൻ ശ്രദ്ധയോടെ ഞാൻ പറയുന്നത് ബുദ്ധി ഉറപ്പിച്ച് ശുചിയായി നിന്ന് കേൾക്കുക. ശുചിയായി നിന്ന് കേൾക്കുക. മനസ്സിൽ മറ്റ് യാതൊരു മാലിന്യവുമില്ലാതെ. മനസ്സിൻ്റെ മാലിന്യം എന്താ? ആവശ്യമില്ലാത്ത ചിന്തകൾ. ആവശ്യമില്ലാത്ത ചിന്തകളില്ലാതെ ഞാൻ പറയുന്നത് ബുദ്ധി ഉറപ്പിച്ച് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ എല്ലാം പറയാം. ഇവിടെ ഒന്ന് നമുക്ക് നിർത്തി ഒരു കഥ കേൾക്കേണ്ടതായിട്ടുണ്ട്. AK രാമാനുജൻ, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം വലിയ ഒരു കവിയും ട്രാൻസ്ലേറ്ററുമായിരുന്നു. മഹാഭാരതത്തെക്കുറിച്ചും രാമായണത്തെക്കുറിച്ചും ഗംഭീരങ്ങളായ ലേഖനങ്ങൾ എഴുതിയ മഹാൻ. അദ്ദേഹം ഇന്ത്യയിലെ പല ഭാഷകളിലുമുള്ള കഥകൾ തിരഞ്ഞെടുത്ത് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോക്ക് ടെയിൽസ് ഫ്രം ഇന്ത്യ, AK രാമാനുജൻ പെൻഗ്വിൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിലെ ഒരു കഥ, ആ കഥ വാട്ട് ഹാപ്പൻസ് വെൻ യു റിയലി ലിസൺ. നിങ്ങൾ ശരിക്കും കേൾക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നത് പറഞ്ഞു തരുന്ന ഒരു കഥയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കഥയാണിത്. കാരണം ഭാരതീയ സംസ്കൃതി വായിക്കുന്നതിനേക്കാൾ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത് കേൾക്കുന്നതിനാണ്. കേൾക്കുന്നതിന് സഹായകമായിട്ട് മാത്രമേ എഴുതി വയ്ക്കപ്പെട്ടതിനെയും വായനയെയും ഭാരതീയർ കണ്ടിരുന്നുള്ളൂ. കേട്ടാൽ എന്ത് സംഭവിക്കും? അതാണ് ഈ കഥ. കഥ ഇംഗ്ലീഷിലാണ്, ഞാനത് മലയാളത്തിലാക്കി പറയാം, ചുരുക്കി പറയാം. ഒരു ഗ്രാമീണൻ, യാതൊരു വിധത്തിലും സംസ്കാരമില്ലാത്ത ഒരു ഗ്രാമീണൻ, അദ്ദേഹം സംസ്കാര സമ്പന്നയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ഒരു നാട്ടും പുറത്തുകാരൻ, വലിയ വിവരമൊന്നുമില്ല. ഇപ്പം അങ്ങനത്തെ ആൾക്കാരെ ഒന്നും കാണില്ല, കാരണം ഇപ്പം എല്ലാവർക്കും അത്യാവശ്യം വിവരമൊക്കെ ആയിപ്പോയി. ഇദ്ദേഹത്തിന് യാതൊരു വിവരവും ഇല്ല, നല്ല വിവരമുള്ള സംസ്കാരമുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. സ്വാഭാവികമായിട്ടും അവരുടെ ഭർത്താവിന് സംസ്കാരമുണ്ടാകുന്നതിന് ആവശ്യമായ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ആസ്വദിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അറിവും താല്പര്യവും ജനിപ്പിക്കാൻ അവർ പഠിച്ച പണി 18 നോക്കി, നടന്നില്ല. അദ്ദേഹത്തിന് അതിലൊന്നും യാതൊരു താല്പര്യവുമില്ല. അവർ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാനാകട്ടെ ചെയ്യാനാകട്ടെ അദ്ദേഹത്തിന് യാതൊരു താല്പര്യവും ഇല്ല. അങ്ങനെ കുറച്ചു കാലം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആ ഗ്രാമത്തിൽ ഒരു രാമായണ പാരായണക്കാരൻ വന്നു.
അദ്ദേഹം ഒരു വലിയ പാരായണക്കാരനാണ്, പേരെടുത്ത പാരായണക്കാരനാണ്. എല്ലാ ദിവസവും വൈകിട്ട് അദ്ദേഹം പാട്ടുപാടും, രാമായണം വായിക്കും, അതിലെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളെല്ലാം വ്യാഖ്യാനിക്കും. എന്താ ഈ വൈകിട്ട് വ്യാഖ്യാനിക്കുന്നത്? പകല് നാട്ടിൻപുറത്തുള്ളവരെല്ലാം പണിക്ക് പോകും, ഗ്രാമീണർ പണിക്ക് പോകും, സ്ത്രീകൾക്ക് വീട്ടിലും പണി കാണും. അവർ വൈകുന്നേരങ്ങളിൽ മാത്രമാണ് ഒഴിവ് ഉള്ളവരായി തീരുക. രാവിലെയൊക്കെ പകലൊക്കെ അവർ ബിസിയായിരിക്കും. അതുകൊണ്ട് വൈകുന്നേരങ്ങളിലാണ് ഈ കഥാകഥനങ്ങളെല്ലാം നടന്നിരുന്നത്. അങ്ങനെ ഈ ഗ്രാമം മുഴുവൻ ഇങ്ങനത്തെ ശ്രേഷ്ഠരായ പാരായണക്കാർ വന്നു കഴിഞ്ഞാൽ ഗ്രാമം മുഴുവനും ഈ ആളുടെ അടുത്തേക്ക് പോകും. ആര് വന്നാലും ശരി, പാരായണക്കാർ ആര് വന്നാലും ഗ്രാമത്തിൻ്റെ ഒരു സ്വഭാവം അതാണ്. ഗ്രാമീണർ മുഴുവനും ആ പാരായണക്കാരൻ്റെ അടുത്ത് പോകും. എന്നിട്ട് അതൊരു സാംസ്കാരിക സദ്യയാണ്. അവിടെ പാട്ടുണ്ടാകും, പാരായണമുണ്ടാകും, വ്യാഖ്യാനമുണ്ടാകും. അങ്ങനെ വളരെ ഗംഭീരമായ ഒരു സാംസ്കാരിക സദ്യ അവിടെ നടക്കും. ഈ സ്ത്രീയും ഇത് കേട്ടു. ഇങ്ങനൊരു വലിയ പാരായണക്കാരൻ വന്നിട്ടുണ്ട് എന്ന് കേട്ടു. രാമായണമാണ് പാരായണം ചെയ്യുന്നത്. പാരായണക്കാരൻ വന്നിട്ടുണ്ട് എന്ന് കേട്ടു. അപ്പം അവർ അദ്ദേഹത്തിനെ പ്രേരിപ്പിക്കാൻ തുടങ്ങി. ഒന്ന് പോയി കേൾക്കുന്നേ, ഇയാൾക്ക് യാതൊരു താല്പര്യമില്ല. അവർ പിന്നെയും അയാളുടെ പുറകെ നടന്ന് പറഞ്ഞ് അവസാനം പെറുപെറുത്തുകൊണ്ട് അയാൾ അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി രാമായണ പാരായണം കേൾക്കാൻ പോകാൻ തീരുമാനിച്ചു. വൈകുന്നേരം അദ്ദേഹം അവിടെ ചെന്നു, പാരായണത്തിൻ്റെ സ്ഥലത്ത് ചെന്നു, പാരായണം നടക്കുന്ന സ്ഥലത്ത് ചെന്നു. ആ സ്ഥലത്ത് ആ കൂടാരത്തിൻ്റെ ഒരു കൂടാരത്തിലാണ് ഇത് നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും പുറകിൽ ചെന്നിരുന്നു. കുറച്ച് നേരം അങ്ങോട്ട് കഴിഞ്ഞപ്പം കോട്ടുവായക്കിടാൻ തുടങ്ങി. ഇദ്ദേഹത്തിന് ഉറക്കം പിടിച്ചു നിർത്താൻ പറ്റാതെ വന്നു. അദ്ദേഹം രാത്രി മുഴുവനും അവിടെ ഇരുന്ന് ഉറങ്ങി. പുലർച്ചയായി കഥാകഥനം ഒരു ഭാഗം തീർന്നു. അപ്പോൾ അന്നത്തെ പാരായണത്തിൻ്റെ അവസാനത്തെ മംഗളശ്ലോകങ്ങളെല്ലാം വായിച്ചു. അത് കഴിഞ്ഞാൽ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യും ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ. അപ്പോൾ ഈ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്ന കൂട്ടത്തിൽ ആ വിതരണം ചെയ്യുന്ന ആരോ ഇത് കിടന്നുറങ്ങുന്ന ഇദ്ദേഹത്തിൻ്റെ വായിൽ കുറച്ച് മധുര പലഹാരം തിരികെ വെച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം എണീറ്റ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യ ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ? ഇവർക്ക് വലിയ സന്തോഷമായി. രാത്രി മുഴുവൻ കഥ കേൾക്കാൻ ഇദ്ദേഹം ഉറക്കം വിളച്ചിരുന്നല്ലോ. അപ്പോൾ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു അത്? അവർ വളരെ ആകാംക്ഷയോടെയാണ് ചോദിക്കുന്നത്. അദ്ദേഹം രാമായണ പാരായണം എങ്ങനെയാണ് ആസ്വദിച്ചത് എന്നറിയുവാനുള്ള ഔത്സുക്യത്തോടു കൂടി അവർ ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, വളരെ മധുരമായിരുന്നു. ഭാര്യയ്ക്ക് വലിയ സന്തോഷമായി. പിറ്റേ ദിവസം വീണ്ടും ഭാര്യ നിർബന്ധിച്ചു. ഇദ്ദേഹം പോയി, പാരായണം കേൾക്കാൻ വേണ്ടി ഇദ്ദേഹം പോയി. അവിടെ ചെന്നിട്ട് ഇദ്ദേഹം ഭിത്തിയോട് ചേർന്ന് ഇരുന്നു. പുറകിലിരുന്ന് അധികം താമസിയാതെ വീണ്ടും ഉറക്കമായി. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ആ ചെറിയ സ്ഥലം നിറഞ്ഞ് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഒരു കൊച്ചു പയ്യൻ ഈ കഥ ആസ്വദിച്ച് കേൾക്കുന്നതിന് വേണ്ടി ഇയാളുടെ തോളിൽ കയറിയിരുന്നു. പയ്യനാകട്ടെ ഈ കഥയെല്ലാം വാ തുറന്നു വെച്ചുകൊണ്ടാണ് ആസ്വദിച്ചത്. അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് പയ്യൻ അവിടെ ഇരുന്നു. രാത്രി മുഴുവൻ ഇദ്ദേഹം ഉറങ്ങി. രാവിലെ ആയപ്പം ഇദ്ദേഹം എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ തോളിലിരുന്ന ആ കുട്ടി എഴുന്നേറ്റ് പോയി. ഇദ്ദേഹത്തിന് ഈ ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല, ഈ കുട്ടി തൻ്റെ തോളിൽ ഇരുന്നാണിത് കേട്ടതെന്നുള്ള ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ തോളിൽ ഈ ഭാരം കുറേ നേരം ചുമന്നതുകൊണ്ട് അദ്ദേഹത്തിന് ശരീരത്തിന് നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ച് വീട്ടിലെത്തിയപ്പം ഭാര്യ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പാരായണം? ഭാരം കൂടിക്കൂടി വരികയാണ്. പ്രഭാതമായപ്പോഴേക്കും ഭാരം കൂടിക്കൂടി വന്നു എന്നാണ്, ഈ താങ്ങാനേ ഉള്ള ശേഷി കുറഞ്ഞു വന്നു എന്നാണ് ഈ പറയണത്. ഭാര്യയ്ക്ക് വലിയ സന്തോഷമായി. ഭാര്യ പറഞ്ഞു, അങ്ങനെയാ കഥ കേൾക്കുമ്പം ഓരോ ദിവസം കഴിയും തോറും അത് ഗഹനമായിക്കൊണ്ടിരിക്കും. അവർക്ക് വലിയ സന്തോഷമായി. ഭർത്താവ്
ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആസ്വദിച്ചു തുടങ്ങി. പിറ്റേ ദിവസം അവർ വീണ്ടും അദ്ദേഹത്തെ നിർബന്ധിച്ചു. അദ്ദേഹം അവിടെ ചെന്നു. പതിവ് പോലെ പുറകിൽ കിടന്ന് ഉറങ്ങി, കൂർക്കം വലിച്ചു എന്നും ആണ് പറയുന്നത്. രാവിലെയായി, എല്ലാവരും പോയി. രാവിലെ കഥാകഥനം കഴിഞ്ഞപ്പം എല്ലാവരും പോയി. ഇയാൾ എഴുന്നേക്കാൻ കുറച്ച് വൈകി. അപ്പോൾ ആ സമയത്ത് അപ്രതീക്ഷിതമായി ആ കൂടാരത്തിലേക്ക് കയറി വന്ന ഒരു പട്ടി ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരല്പം മൂത്രമൊഴിച്ചു. അപ്പോഴത്തേക്കും പട്ടി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം എഴുന്നേറ്റു. തിരിച്ച് വീട്ടിൽ വന്നപ്പം ഭാര്യ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് വളരെ മോശമായിരുന്നു, ഒരു ഉപ്പ് രസമായിരുന്നു ആകെ. ഭാര്യയ്ക്കിപ്പോൾ സംശയം, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. ഭാര്യ വളരെ നിർബന്ധിച്ച് ഇദ്ദേഹത്തെ കൊണ്ട് നടന്നതെല്ലാം അതേപടി പറയിപ്പിച്ചു. 4-ാമത്തെ ദിവസം ഭാര്യ വിട്ടില്ല. ഭാര്യ തീരുമാനിച്ചു ഇദ്ദേഹത്തെ കൊണ്ട് പോവുക എന്ന്. ഭാര്യ നിർബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഭാര്യയും ചേർന്ന് കഥാകഥനത്തിന് കൂടാരത്തിലെത്തി. അവിടെ ഭാര്യ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുൻപിലുള്ള റോയിൽ ചെന്നിരുന്നു. ഏറ്റവും മുമ്പിലുള്ള പന്തിയിൽ ചെന്നിരുന്നു. അവിടെ ചെന്നിരുന്ന് ഇദ്ദേഹത്തെ ഉറങ്ങാൻ സമ്മതിച്ചേയില്ല. അദ്ദേഹത്തിന് ഉറക്കം വരുമ്പോൾ ഒക്കെ ഭാര്യ ഒന്ന് നുള്ളി ഒന്ന് തള്ളി, അങ്ങനെ അദ്ദേഹത്തെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. അദ്ദേഹത്തിന് ഉണർന്നിരിക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ കഥ കേൾക്കേണ്ടി വന്നു. കുറച്ച് നേരം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് ആ കഥയിൽ ഭയങ്കരമായ താല്പര്യം ഉടലെടുക്കാൻ തുടങ്ങി. അദ്ദേഹം അന്നത്തെ ദിവസത്തെ കഥ, ഹനുമാൻ സ്വാമി മുദ്രാമോതിരവുമായിട്ട് സമുദ്ര തരണം നടത്തുന്നതാണ്. ഈ മുദ്രാമോതിരം കൊണ്ട് സീതയ്ക്ക് കൊടുക്കണം. രാമൻ അങ്ങയെ കൈവെടിഞ്ഞിട്ടില്ല, രക്ഷയ്ക്കായി എത്തും എന്ന് സൂചിപ്പിക്കുന്ന ഈ മുദ്രാമോതിരം കൊടുക്കണം. അങ്ങനെ സമുദ്ര താരണത്തിനിടയിൽ ഹനുമാൻ്റെ കയ്യിൽ നിന്ന് ഈ മോതിരം കടലിലേക്ക് വീണുപോയി. നമ്മൾ കേട്ട് പഴകിച്ച രാമായണത്തിൽ ഒരു പക്ഷേ ഈ കഥാഭാഗം ഉണ്ടായിരിക്കണം എന്നില്ല. ഭാരതത്തിൽ തന്നെ ഏകദേശം 300ഓളം രാമായണങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഭാരതത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിലുമായിട്ട് ഏകദേശം 300ഓളം, അതിലും കൂടുതലുണ്ട് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പോൾ രാമായണത്തിലെ കഥകൾ പല തരത്തിലാണ് പല സ്ഥലങ്ങളിൽ പറയുന്നത്. അതിലൊരു കഥയാണിത്. ഈ മുദ്രാമോതിരം കടലിൽ വീണുപോയ കഥ. ഹനുമാൻ എന്താ ചെയ്യേണ്ടത് എന്ന് നിശ്ചയമില്ലാതെ ഇതികർത്തവ്യതാമൂഢനായി നിന്നു. അപ്പം നമ്മുടെ കഥാപാത്രം ഈ ഗ്രാമീണൻ കയ്യൊക്കെ ഇങ്ങനെ ഞെരടി, കയ്യൊക്കെ ഇങ്ങനെ പിരിച്ച് ആകെ ടെൻഷനായി ഇദ്ദേഹത്തിനും. പെട്ടെന്ന് അപ്രതീക്ഷിതമായ കൂടാരം മുഴുവൻ നിശബ്ദതയാണ്. ഈ ഹനുമാൻ സ്വാമിയുടെ ഇതികർത്തവ്യതാമൂഢതയിൽ സദസ്സ് നിശബ്ദമായി നിൽക്കുമ്പോൾ ആകാംക്ഷാഭരിതനായ ഈ ഗ്രാമീണൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഹനുമാൻ സ്വാമി പേടിക്കണ്ട, കടലിൽ ചാടി ഞാൻ ആ മോതിരം എടുത്തു തരുന്നുണ്ട്. ഈ ഗ്രാമത്തിൻ്റെ അടുത്തായിട്ട് ഒരു കടലുണ്ടായിരുന്നു. ഇദ്ദേഹം ഓടി കടലിൽ ചാടി കടലിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഒരു മോതിരം എടുത്ത് കൊണ്ടുവന്ന് ഹനുമാൻ സ്വാമിക്ക് കൊടുത്തു. ഇത് കണ്ട ആൾക്കാരെല്ലാം അമ്പരന്നു. ഇദ്ദേഹത്തിന് ശ്രീരാമചന്ദ്രസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും പ്രത്യേകം അനുഗ്രഹമുള്ളയാളായിരിക്കണമെന്നവർ ധരിച്ചു. കാരണം അങ്ങനെ അല്ലാത്തൊരാൾക്ക് ഇത് ചെയ്യാൻ സാധ്യമല്ല. അതിനുശേഷം ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ഇദ്ദേഹത്തോട് വളരെ ബഹുമാന പുരസ്സരം മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. അദ്ദേഹവും ആ ബഹുമാനത്തെ സംരക്ഷിക്കുന്നതിന് നിരക്കുന്ന രീതിയിലേ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നുള്ളൂ. കഥാകാരനായ A.K. രാമാനുജൻ തെലുങ്ക് ഭാഷയിൽ നിന്ന് തർജ്ജിമ ചെയ്ത ഒരു ഫോക്ടെയിലാണിത്. അതിൻ്റെ അവസാനം എഴുതുകയാണ്, ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ് വെൻ യു റിയലി ലിസൺ ടു എ സ്റ്റോറി, especially the Ramayana. That's what happens when you really listen to a story. ഒരു കഥ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നാൽ മാറ്റമുണ്ടാകും. അതിന് യാതൊരു സംശയവും വേണ്ട. അതിനായിട്ട് ഒരു കഥ പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് തിരിച്ച് രാമായണത്തിലേക്ക്, നമ്മുടെ മഹാഭാരതത്തിലേക്ക് വരാം. അങ്ങനെ വൈശമ്പായനൻ പറയുകയാണ്, ഞാൻ പറയാം, അങ്ങ് ശ്രദ്ധിച്ച് കേൾക്കൂ
ശ്രദ്ധിച്ച് കേൾക്കുക, ബുദ്ധിയുറപ്പിച്ച് കേൾക്കുക, ശുചിയായി കേൾക്കുക, വേറെ ചിന്തകളുടെ സ്വാധീനത്തിൽ പെടാതെ കേൾക്കുക. ആ കേൾവിയിൽ, ഒറ്റ കേൾവിയിൽ മാറ്റമുണ്ടാകും. അദ്ദേഹം തുടരുകയാണ്. ആദ്യമായി ധൗമ്യൻ മഹാത്മാവായ യുധിഷ്ഠിരന് സൂര്യൻ്റെ 108 പര്യായങ്ങൾ ചേർന്ന മന്ത്രം പറഞ്ഞു കൊടുത്തു. അത് ഭവാൻ കേൾക്കുക.